ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഈ കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 2. സാധനാമാർഗങ്ങളും അനുഭൂതി ദശകളും. ആദ്യത്തെ 6 ശ്ലോകത്തിൽ നിർവികൽപ്പമായ സത്യത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുത്തി ജിജ്ഞാസുവിൻ്റെ മനസ്സിൽ സത്യബോധം ഉറപ്പിക്കുവാനാണ് ഗുരുദേവൻ ശ്രമിച്ചത്. ഒരു സത്യാന്വേഷി സിദ്ധാന്തപരമായി പരമാത്മബോധം ഉൾക്കൊള്ളുകയാണ് ആദ്യമായി വേണ്ടത്. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രത്തിൽ സൂത്രകാരനും ഭാഷ്യകാരനും അതുപോലെ ഗീതയിൽ ഭഗവാനും തുടക്കത്തിൽ ഈ രീതി തന്നെ അവലംബിച്ചിരിക്കുന്നത്. ബ്രഹ്മസൂത്രത്തിൽ ആദ്യത്തെ 11 സൂത്രങ്ങളിൽ ജഗത്തിൻ്റെ പരമകാരണമായ പരമാത്മതത്വത്തെ പ്രതിപാദിച്ചിരിക്കുന്നതായി 11ാം സൂത്രത്തിന് ഭാഷ്യമെഴുതുമ്പോൾ ഭാഷ്യകാരൻ തന്നെ വിശദമാക്കുന്നു. ഗീതയിൽ 2ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലുള്ള സാഖ്യബുദ്ധി പ്രതിപാദനവും ഈ ഉദ്ദേശത്തെ തന്നെ മുൻനിർത്തിയാണെന്ന് കാണാൻ പ്രയാസമില്ല. ഇവിടെയും ഇങ്ങനെ ആദ്യമേ തന്നെ ബ്രഹ്മസ്വരൂപ വിവരണത്തിൽ കൂടി ബ്രഹ്മബോധം ഉളവാക്കിക്കൊണ്ട് ഇനി 7ാം ശ്ലോകം മുതൽ 35 വരെയുള്ള 29 ശ്ലോകങ്ങളിൽ സത്യാന്വേഷണത്തെ ത്വരിപ്പിക്കുന്ന സാധനാമാർഗങ്ങൾ ക്രമമനുസരിച്ച് അനുഭൂതിയുടെ വിവിധ ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു നീങ്ങുന്ന വിധം ചർച്ച ചെയ്യുകയാണ് ഗുരുദേവൻ. ആത്മസത്യത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനമറയെ മാറ്റുകയാണ് സത്യാനുഭവത്തിനുള്ള ഒരേ ഒരു മാർഗം. ഇതത്ര എളുപ്പമുള്ള പ്രക്രിയയല്ല. അതുകൊണ്ട് സത്യാന്വേഷണം ഉപേക്ഷിക്കാവുന്നതുമല്ല. ഉപേക്ഷിച്ചാൽ ജനനമരണ രൂപമായ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ സാധനാനുഷ്ഠാനം എവിടം മുതൽ ആരംഭിക്കണമെന്നാണ് 7ാം ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. 7 ശ്ലോകം 7. ഉണരരുതിന്നിയുറങ്ങിടാതിരും നീടണമറിവായിതിന്നിൻ ഉണരരുതിന്നിയുറങ്ങിടാതിരും നിടേണമറിവായിതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുതിന്നി, ഉറങ്ങിയിട്ട് അജ്ഞാനമറയിൽ നിന്നും ഉണർന്നു വരുന്ന ജീവിതം ഇനിമേൽ അംഗീകരിക്കരുത്. അറിവായി ഉറങ്ങിടാതിരുന്നിടേണം. അത് സാധിക്കണമെങ്കിൽ താൻ ഉൾപ്പെടെ എല്ലാം ബ്രഹ്മമെന്നറിഞ്ഞ് സ്വരൂപബോധം സദാ നിലനിർത്തണം. ഇതിനിന്ന് അയോഗ്യനെന്നാൽ ഈ ആത്മാനുഭവത്തിന് കരുത്തില്ലെങ്കിൽ പ്രണവമുണർന്ന് ബ്രഹ്മസാക്ഷാത്കാരം നേടി പിറപ്പൊഴിഞ്ഞു വാഴും ജീവൻ മുക്തരായി കഴിയുന്ന മുനിജനസേവയിൽ പരമഹംസന്മാരുടെ പരിചരണത്തിൽ മൂർത്തി നിർത്തിടേണം. ദേഹത്തെയും മനസ്സിനെയും വിനിയോഗിക്കണം. ഉറങ്ങിയിട്ട് അജ്ഞാനമറയിൽ നിന്നും ഉണർന്നു വരുന്ന ജീവിതം ഇനിമേൽ അംഗീകരിക്കരുത്. അത് സാധിക്കണമെങ്കിൽ താൻ ഉൾപ്പെടെ എല്ലാം ബ്രഹ്മമെന്നറിഞ്ഞ് സ്വരൂപബോധം സദാ നിലനിർത്തണം. ഈ ആത്മാനുഭവത്തിന് കരുത്തില്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടി ജീവൻ മുക്തന്മാരായി കഴിയുന്ന പരമഹംസന്മാരുടെ പരിചരണത്തിൽ ദേഹത്തെയും മനസ്സിനെയും വിനിയോഗിക്കണം. മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. അജ്ഞാനത്തിൻ്റെ മറവിൽ നിന്നും ഉണർന്നു വരുന്ന അനുഭവമാണ് സ്വപ്നവും ജാഗ്രതും. ഇവ രണ്ടും പലതുണ്ടെന്ന് തോന്നിച്ച് ദുഃഖിപ്പിക്കുന്ന ഭ്രമാനുഭവങ്ങളാണ്. ഇവ ഒഴിഞ്ഞു കിട്ടണമെങ്കിൽ സത്യാനുഭവം നേടണം. എന്താണ് സത്യാനുഭവം? താൻ ഉൾപ്പെടെ എല്ലാം ബോധരൂപമായ ബ്രഹ്മമാണെന്ന് അനുഭവിക്കുന്നതാണ് സത്യാനുഭവം. ഒരു സാധകൻ സർവവ്യാപ്തമായ പരമാത്മതത്വത്തെ മനസ്സിലാക്കി ഭിന്ന സങ്കല്പങ്ങളെ സാവധാനം
മനനധ്യാനങ്ങളിൽ കൂടി നിരോധിച്ച് നിർവികൽപ്പ ബോധ അനുഭവം അനുക്രമമായി നേടിയെടുക്കേണ്ടതാണ്. സങ്കല്പങ്ങൾ മുഴുവൻ നിരോധിക്കാൻ കഴിഞ്ഞാൽ അദ്വയബോധ സത്യം പൂർണ്ണമായും അനുഭവപ്പെടും. എന്നാൽ ഈ മനോജയം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ സത്യാന്വേഷണം ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. ഉപേക്ഷിച്ചാൽ ജനന മരണ പ്രവാഹത്തിൽ അന്തമറ്റു നീന്തേണ്ടി വരും. ഉപേക്ഷിച്ചാൽ ജനന മരണ പ്രവാഹത്തിൽ അന്തമറ്റ് നീന്തേണ്ടി വരും. കൂടുതൽ ക്ലേശകരങ്ങളായ ജന്തുജീവിതങ്ങൾ കൈക്കൊള്ളാനിടയായി എന്നും വരാം. സത്യത്തോടടുത്തില്ലെങ്കിൽ കൂടുതൽ അകലാതെയെങ്കിലും നോക്കേണ്ടതാണ്. ഇതിനുള്ള ആദ്യ പടിയാണ് സത്സംസർഗം. സത്യാന്വേഷണത്തിൽ അത്യന്തം പ്രയോജനപ്രദമായ ഒന്നാണ് സത്സംസർഗം. സത്യത്തെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നവരാണ് സത്തുക്കൾ. അവരുമായി നിരന്തര സമ്പർക്കം പുലർത്തുക. ഇതാണ് ഇവിടെ ഗുരുദേവൻ നമ്മോട് ഉപദേശിക്കുന്നത്. സത്തുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ രചിച്ചിട്ടുള്ള ആത്മോപദേശ ശതകം പോലുള്ള കൃതികൾ പഠിക്കുക. ഇതും സജ്ജന സംസർഗത്തിന് തുല്യമാണ്. ഈശ്വരനെ കണ്ടിട്ടുള്ളവരെന്ന് ലോകം സമ്മതിച്ചിട്ടുള്ള സത്തുക്കളുടെ തിരുവായ് മൊഴികൾ ഈശ്വരാനുഭൂതി നേരിട്ടു പകർന്നു തരാൻ കഴിവുള്ളവയാണ്. ഈ ശ്ലോകത്തിൽ പ്രണവശബ്ദത്തിന് ബ്രഹ്മം എന്നാണ് അർത്ഥം. ഓങ്കാരമാണ് പ്രണവം. പ്രണവത്തെ ഉപനിഷത്തുക്കൾ ഏകകണ്ഠമായി ബ്രഹ്മപ്രതീകം എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. മാണ്ഡൂക്യോപനിഷത്ത് പ്രണവത്തിൻ്റെ ബ്രഹ്മപ്രതീകത്വം വിശദമായി ചർച്ച ചെയ്തിട്ടുമുണ്ട്. പിറപ്പൊഴിഞ്ഞവരാണ് ജീവൻ മുക്തന്മാർ. സത്സംഗം സിദ്ധാന്തപരമായ വസ്തുബോധത്തിന് വഴിതെളിയിക്കും. ഇതാണ് പരോക്ഷജ്ഞാനം. പരോക്ഷജ്ഞാനം നേടിയയാൾ തുടർന്ന് വസ്തുവിൻ്റെ പ്രത്യക്ഷാനുഭവത്തിനായി അഥവാ അപരോക്ഷജ്ഞാനത്തിനായി യത്നിക്കേണ്ടതാണ്. അതിനുള്ള അടുത്ത പടിയാണ് ഇന്ദ്രിയജയം. മലഭാണ്ഡമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മാറി മാറി ചലിച്ച് നൈമിഷികങ്ങളായ വിഷയഭോഗങ്ങൾക്കായി തെണ്ടി നടക്കുന്ന ഇന്ദ്രിയങ്ങളെ കീഴടക്കി അനശ്വരമായ സത്യാനുഭൂതി നേടിയെടുക്കാനാണ് ഗുരുദേവൻ അടുത്ത പദ്യത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.